ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫെയർ അല്ല, പകരം നമുക്ക് ആനുകാലിക പ്രസക്തമായിട്ട് ഏതൊരു മത്സര പരീക്ഷയ്ക്കും നമുക്ക് 1 മാർക്ക് 100% തരുന്ന ഒരു വിഷയമാണ് ചാന്ദ്രയാൻ 3 അല്ലേ. ആസ് എൻ ഇന്ത്യൻ, ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ച ഒരു നിമിഷമായിരുന്നു അല്ലേ ചാന്ദ്രയാൻ 3 വിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ചാന്ദ്രയാൻ 3 ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അല്ലേ. 3 ദൗത്യങ്ങൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ചാന്ദ്രയാൻ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. അപ്പോൾ ചാന്ദ്രയാൻ സെക്കൻഡ് ഒരു പരാജയമായിരുന്നു. അപ്പോൾ ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ബേസ്ഡ് ഡിസൈൻ, അതായത് പരാജയത്തിൻ്റെ സാധ്യതകളും പഴുതുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ചാന്ദ്രയാൻ 3 ഒരു വിജയമാക്കി അല്ലേ. അപ്പോൾ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് ചോദിച്ചാൽ 2023 ജൂലൈ 14. 2023 ജൂലൈ 14 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം ചോദിച്ചാൽ LVM-3 M4. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചാന്ദ്രയാൻ 3 എത്തിയ ഡേറ്റ് 2023 ഓഗസ്റ്റ് 5. 2023 ജൂലൈ 14 നമ്മൾ ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചാന്ദ്രയാൻ 3 എത്തുന്നു. അവിടെ എത്തി ഈ സമയത്ത് ചാന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISRO എന്ന് വെച്ചാൽ നമ്മളെ ബഹിരാകാശ അല്ലേ, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. അപ്പോൾ ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു പോകാം. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. വിക്ഷേപിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പെന്നും ബുക്കും മുമ്പിൽ ഉണ്ടാവണം കേട്ടോ. ഈ പോയിന്റൊക്കെ എഴുതി വെക്കണം. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനം LVM-3 M4. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നതോ ചാന്ദ്രയാൻ 3 എത്തുന്നത് 2023 ഓഗസ്റ്റ് 5. ഈ സമയത്ത് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശമായിരുന്നു ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നത് ഓഗസ്റ്റ് 5. ഇതെന്താ ചോദ്യം? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാണ് അല്ലേ. സോഫ്റ്റ് ലാൻഡ് ചെയ്യുവാണ് 41 ദിവസത്തിന് ശേഷമാണ്. അതായത് ആ ലാൻഡ് ചെയ്ത ദിവസം എന്നാ? ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു. അന്നത്തെ ദിവസം, അതായത് ചാന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ദിവസം നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ബഹിരാകാശ ദിനം എന്താ? അപ്പോൾ ഓഗസ്റ്റ് 23. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 4ാമത് രാജ്യമാണ് ഇന്ത്യ. എത്രാമത്തെ രാജ്യമാണ്? 4ാമത്തെ രാജ്യം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ബാക്കി 3 പൊസിഷനിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഏതൊക്കെ രാജ്യങ്ങളാ? ഫസ്റ്റ് റഷ്യ, 2ാമത് USA മീൻസ് അമേരിക്ക, 3ാമത് ചൈന, 4ാമതാണ് നമ്മൾ. എന്താണ് ചോദ്യം? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം. ആദ്യത്തേത് റഷ്യ, 2ാമത്തേത് അമേരിക്ക അഥവാ USA, 3ാമത്തേത് ചൈന, 4ാമത്തേത് ഇന്ത്യ. അപ്പോൾ നമുക്കൊരു ചെറിയ കോഡ് റൂസി എന്ന് പഠിച്ചൂടെ? RUCI, അത് നമുക്ക് റൂസി ആക്കാം. ആദ്യം റഷ്യ, അമേരിക്കക്ക് നമ്മൾ USA എന്ന് പറയും അല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പിന്നെ ചൈനയുണ്ട്, പിന്നെ ഇന്ത്യയുണ്ട്. റൂസി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അപ്പം നമ്മൾ തൊട്ട് മുന്നേ എന്ത് പറഞ്ഞു? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 4ാമത് രാജ്യമാണ് ഇന്ത്യ. 4ാമത് പൊസിഷൻ എവിടെയാ? സോഫ്റ്റ് ലാൻഡിങ് മാത്രമാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ബഹിരാകാശ പേടകം ഇറക്കുന്ന, ദക്ഷിണ ധ്രുവം എന്ന് എടുത്ത് ചോദിച്ചാൽ ആദ്യ രാജ്യം ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ചാന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. LV അങ്ങനെ എങ്ങാണ്ട് ഒരു ചെറിയ കണക്ഷൻ ഇട്ടാൽ നമുക്കത് മറന്നു പോകില്ല. LV. അപ്പോൾ ലാൻഡർ
വിക്രം, റോവർ, പ്രഖ്യാൻ. അപ്പോൾ നമ്മൾ ISROന്റെ ചെയർമാനെ പഠിക്കണ്ടേ? അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ISROന്റെ, അതായത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ISROയുടെ ചെയർമാൻ ആരാ നിലവിൽ? S സോമനാഥ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തതെന്ന് എടുത്ത് ചോദിച്ചാൽ നമുക്ക് 41 ദിവസം പറയണം. ഏത് ഡേ ആണ് എത്തുന്നത് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ആ ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ്. അതുപോലെ ദക്ഷിണ ധ്രുവം എന്ന് എടുത്ത് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് കൺട്രിയാണ്. ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ വിക്രമാണ്. ചന്ദ്രയാൻ 3യുടെ റോവർ പ്രഖ്യാൻ. ISROന്റെ ചെയർമാൻ S സോമനാഥ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്